ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാള സാഹിത്യത്തിലെ ശക്തമായ കവിതകളിലൊന്നാണ് കടമ്മനിട്ട രാമകൃഷ്ണന്റെ ചാക്കാല. മനുഷ്യബന്ധങ്ങളിലെ കാപട്യങ്ങളെയും സാമൂഹിക കീഴ്വഴക്കങ്ങളുടെ പൊള്ളത്തരങ്ങളെയും ഈ കവിത അതിമനോഹരമായി തുറന്നു കാട്ടുന്നു. അടുത്ത വീട്ടിൽ താമസിച്ചിരുന്ന അളിയൻ മരിക്കുമ്പോൾ ഒരു മനുഷ്യൻ തന്റെ ഭാര്യയോട് പറയുന്ന കാര്യങ്ങളാണ് കവിതയുടെ ഇതിവൃത്തം. ജീവിച്ചിരുന്നപ്പോൾ അളിയനും പെങ്ങളുമായി ഒട്ടും രസത്തിലല്ലായിരുന്നു അയാൾ. പക്ഷേ അളിയൻ മരിച്ചപ്പോൾ അവിടെ വരെ പോയി തങ്ങളുടെ സാന്നിധ്യം അറിയിക്കേണ്ട ആവശ്യകത ഭാര്യയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് അയാൾ. 4 ആൾ കൂടുന്ന സ്ഥലമല്ലേ, നമ്മളും അവിടെ എത്തിയെന്ന് എല്ലാവരും അറിയണ്ടേ, എല്ലാവരും കാണാനായി കോടി പുതപ്പിക്കണമെന്നും ആവശ്യത്തിന് കണ്ണുനീർ പൊഴിക്കണമെന്നും അയാൾ ഭാര്യയെ ഓർമ്മിപ്പിക്കുന്നു. ഇത്രയും കാലം അളിയൻ ചെയ്ത ഉപദ്രവങ്ങൾക്കെല്ലാം പലിശ സഹിതം തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും അവിടെ ചെല്ലുമ്പോൾ അയാൾ ഭാഗ്യവാനായിരുന്നു എന്ന് മാത്രമേ പറയാവൂ എന്നും നിർദ്ദേശിക്കുന്നു. നാത്തൂൻ്റെ ഒപ്പം പോയിരുന്ന് നന്നായി കരയാൻ മക്കളോടും പറയണമെന്ന് അയാൾ ഭാര്യയെ ഓർമ്മപ്പെടുത്തുന്നു. ചിത കത്തിത്തീരും വരെയെങ്കിലും നമുക്ക് നല്ല രീതിയിൽ പെരുമാറാം. ഇങ്ങനെ പോകുന്നു കവിതയിലെ വരികൾ. വെറും കഥാപാത്രങ്ങളല്ല, മറിച്ച് മനുഷ്യജീവിതത്തിലെ അനുഭവങ്ങളാണ് കവിതയിൽ കാണുന്നത്. തൻ്റെ കവിതയിലെ വരികളിലൂടെ കടമനിട്ട മനുഷ്യബന്ധങ്ങളിലെ കാപട്യവും പൊള്ളത്തരങ്ങളും വെളിപ്പെടുത്തുന്നു. ജീവിച്ചിരിക്കുമ്പോൾ പരസ്പര ശത്രുതയിൽ കഴിഞ്ഞിരുന്ന മനുഷ്യർ ഒരാളുടെ മരണശേഷം സമൂഹത്തിന് മുന്നിൽ നല്ലവനാകാൻ കാണിക്കുന്ന സദാചാര പ്രകടനങ്ങളെയാണ് കവിത വിമർശിക്കുന്നത്. ഏത് പ്രവൃത്തിയെയും മനോഹരമാക്കുന്നത് അതിന് പിന്നിലുണ്ടായിരിക്കേണ്ട ശരിയായ മനോഭാവമാണ്. ആ മനോഭാവമില്ലാതെ പ്രവൃത്തി ചെയ്താൽ ചെയ്യുന്നയാളിന് അത് ഭാരമായിരിക്കും. പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്ന ആളിന് അത് തൃപ്തി നൽകുകയുമില്ല. ഇത്തരം പ്രവൃത്തികളെ നിർജീവ പ്രവൃത്തികളെന്നാണ് വിളിക്കേണ്ടത്. പ്രവൃത്തിക്ക് ജീവൻ നൽകുന്നത് ശരിയായ മനോഭാവമാണ്. അതില്ലാത്ത പ്രവൃത്തിയെല്ലാം ജീവനില്ലാത്ത പ്രവൃത്തിയല്ലേ. വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ദൂരം കഴിയുന്നത്ര കുറയ്ക്കണമെന്ന് പറയുന്നവർ പോലും പ്രവൃത്തിയും മനോഭാവവും തമ്മിലുള്ള അകലം കൂടി വരുന്നത് ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളുടെ സ്നേഹം കപടമില്ലാതിരിക്കട്ടെ, തിന്മയെ ദൂഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിനെന്ന് റോമർ 19:9 പറയുന്നു. സ്നേഹമെന്ന് വിളിക്കപ്പെടാൻ അത് കാപട്യമില്ലാത്തതും നിഷ്കളങ്കവുമായിരിക്കണം. സമൂഹത്തിന് മുന്നിൽ കാണിക്കാനുള്ള നാടകീയ സ്നേഹം ഒരിക്കലും ആളുകൾ ജീവിപ്പിക്കുകയില്ല. നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവർ കാണാൻ വേണ്ടി മാത്രമാണെങ്കിൽ അതിന് ആത്മാവില്ല. പക്ഷെ മറ്റുള്ളവരെ സ്നേഹിക്കാനും കരുതാനുമുള്ള ഹൃദയത്തിൽ നിന്നുള്ള ആഗ്രഹത്തിൽ നിന്ന് പ്രവർത്തിക്കുമ്പോഴാണ് അതിന് ശാശ്വതമായ മൂല്യം ലഭിക്കുന്നത്. ജീവൻ നിറയുന്ന സ്നേഹത്തിൽ ആഴ്ന്ന പ്രവൃത്തികളിലൂടെ മറ്റുള്ളവരുമായി ഇടപെടുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്വാർത്ഥതയില്ലാതെ